കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. BC 1500-നും 500-നും ഇടയിൽ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് പലപ്പോഴായി അതിക്രമിച്ച് കയറിയ പേർഷ്യൻ നിവാസികളായ ആര്യന്മാർ നടപ്പിലാക്കിയ ഹിംസയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിക്കാണ് അദ്ദേഹം ധർമ്മശാസനം എന്ന് ഉദ്ദേശിച്ചത്. ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ ഇന്ത്യയിലെ ആദിമ നിവാസികളായ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗമായ ദ്രാവിഡ ജനവിഭാഗങ്ങളെ അടിമകളാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചെടുത്തവയാണ് മന്ത്രി ഉദ്ദേശിച്ച ഈ ധർമ്മശാസനങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്ന ഈ ആര്യ അധിനിവേശ ശക്തികൾ അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രുതികളും സ്മൃതികളും കെട്ടിയുണ്ടാക്കി. ഇന്ത്യ മഹാരാജ്യത്ത് അവർ മനുഷ്യരെ മതിലുകളായി വേർതിരിച്ചു, തട്ടുകളായി വേർതിരിച്ചു. ദൈവത്തിന്റെ തിരുമുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ ബ്രാഹ്മണരെന്നും, ചുമലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ ക്ഷത്രിയരെന്നും, ദൈവത്തിന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ വൈശ്യരെന്നും, കാൽപാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ ശൂദ്രരെന്നും അവർ വേർതിരിച്ചു. ഈ ശൂദ്രർക്ക് താഴെയുള്ള പഞ്ചമർ എന്ന് വിളിക്കുന്ന ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിക്ക് പുറത്തുള്ള ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട അടിമകളായി ജീവിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തിയതിന്റെ പേരാണ് അദ്ദേഹം ഉദ്ദേശിച്ച ധർമ്മശാസനം എന്നുള്ളത്. ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി അത് സൃഷ്ടിച്ച അനീതി നിമിത്തം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കാലത്ത് രാജ്യമെമ്പാടും യാഗാഗ്നികൾ, യാഗപ്പുരകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ യാഗാഗ്നിയിലേക്ക് പശുക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വലിച്ചെറിയപ്പെട്ടിരുന്നു. യാഗാഗ്നിയിൽ നിന്ന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദീനരോധനങ്ങളിൽ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടിരുന്നു. യാഗാഗ്നിയിൽ നിന്നും ഉയരുന്ന വിഷപ്പുക കൊണ്ട് ഇന്ത്യ മഹാരാജ്യം മുഴുവനും മലീമസമായിരുന്ന ഒരു അന്തരീക്ഷം. രാജ്യത്ത് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ജാതിയും ഉപജാതിയുമായി മനുഷ്യരെ വേർതിരിച്ച് അടിമകളാക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചക്രവാളത്തിലേക്ക് ശ്രീബുദ്ധൻ കടന്നു വരുന്നത്. ശ്രീബുദ്ധൻ വന്നിട്ട് അഹിംസയുടെ മന്ത്രങ്ങൾ ഓതി വർദ്ധമാന മഹാവീരൻ കടന്നു വന്നു. അദ്ദേഹം ഈ അന്യായങ്ങളെയും അനീതികളെയും ചോദ്യം ചെയ്തു. ഈ രണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളോട് ഈ ആര്യാധിനിവേശ ശക്തികൾ അഥവാ ബ്രാഹ്മണ്യ വരേണ്യ വിഭാഗം കാണിച്ച അനുഭവം എന്താണ്, അഥവാ ഈ ധർമ്മശാസ്ത്രങ്ങൾ നമ്മുടെ പൂർവിക പിതാമഹന്മാരോട് കാണിച്ച അനീതി എന്താണ് എന്ന് ഈ സായം സന്ധ്യയിൽ അല്ലെങ്കിൽ ഈ സായാഹ്നം എരിഞ്ഞടങ്ങുന്ന വേളയിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി NRC നടപ്പിലാക്കപ്പെട്ടത് ശ്രീബുദ്ധനെതിരെയായിരുന്നു, ബുദ്ധമത വിശ്വാസികൾക്കെതിരെയായിരുന്നു. ശ്രീബുദ്ധൻ കടന്നു പോകുന്ന എല്ലാ വഴിത്താരകളും ഈ ബ്രാഹ്മണർ അദ്ദേഹത്തിന്റെ മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ആ കോസല മഹാരാജ്യത്തിലേക്ക് ശ്രീബുദ്ധൻ കടന്നു വരുമ്പോ അദ്ദേഹം ആ രാജ്യത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് കടന്നു പോകുന്നതിന് ഉപയോഗിച്ചിരുന്ന എല്ലാ ജലവാഹനങ്ങളും, സകല വള്ളങ്ങളും, സകല ചങ്ങാടങ്ങളും ഈ ബ്രാഹ്മണർ തകർത്തു. അദ്ദേഹം കോസല രാജ്യത്തേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന് കുടിവെള്ളം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുളങ്ങളും ഇവര് നികത്തി. അവസാനം ഒരു ബ്രാഹ്മണന്റെ അടിമയായ പെൺകുട്ടി ഒരു കുടം വെള്ളവുമായി വന്ന് ശ്രീബുദ്ധന് കൊടുത്തു എന്നതിന്റെ പേരിൽ മാത്രം ആ പെൺകുട്ടിയുടെ യജമാനൻ ആ പെൺകുട്ടിയെ അന്തരീക്ഷത്തിലേക്ക് ചുഴറ്റി എറിഞ്ഞ് തറയിലേക്ക് വീണപ്പോ ചവിട്ടിക്കൊന്നു എന്ന് രേഖപ്പെടുത്തിയത് റൊമീല ഥാപ്പർ എന്ന ചരിത്രകാരിയാണ്. ഇത് നിഷേധിക്കാൻ ധർമ്മശാസനത്തിന്റെ അധികാരികൾക്ക് ധർമ്മശാസനം കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമോ? ഈ കാലഘട്ടത്തിനെ
അഥവാ ആര്യൻ സവർണ ഭീകരത ഇന്ത്യ മഹാരാജ്യത്ത് തിമിർത്താടിയ ഈ ഘട്ടത്തിന് ഡോക്ടർ BR അംബേദ്കർ ഒരു പേര് വിളിച്ചിട്ടുണ്ട്. എന്താണ് ആ പേര്? എ പീരിയഡ് ഓഫ് ബ്രാഹ്മൺ റിവൈവലിസം. ബ്രാഹ്മണ്യ മതഭീകരത താണ്ഡവ നൃത്തമാടിയ ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് AD 4-ാം നൂറ്റാണ്ട്. ആ AD 4-ാം നൂറ്റാണ്ടിൽ പുഷ്യമിത്ര സുംഗൻ എന്ന് പറയുന്ന ആ ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ രാജാവ് അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന 80,000 ബുദ്ധവിഹാരങ്ങൾ നശിപ്പിച്ചു എന്ന് നമ്മളോട് പറഞ്ഞത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവരും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുമായ സഹോദരി സഹോദരന്മാർ കേട്ടിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്, ഒരു നാടകത്തിന്റെ പേരുണ്ട്. അതിന്റെ പേര് മൃച്ഛകടികം എന്നാണ്. ശൂദ്രകൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ കൃതഹസ്തമായ കരങ്ങളിലൂടെ എഴുതി പിടിപ്പിച്ച മൃച്ഛകടികം എന്ന നാടകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആ നാടകത്തിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ബുദ്ധമത വിശ്വാസികളെ മൂക്കിൽ കയറിട്ട്, കന്നുകാലികളുടെ മൂക്കിൽ കയറിട്ട് കൊണ്ടുപോകുന്നത് പോലെ 10,000-കണക്കിന് ബുദ്ധമത വിശ്വാസികളെ മൂക്കിൽ കയറിട്ട് കന്നുകാലികളെ പോലെ ഈ രാജ്യത്ത് നിരത്തിയിരുന്നു എന്ന് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കന്നുകാലികളുടെ കഴുത്തിൽ മുഖം വെക്കുന്നതിന് പകരം ബുദ്ധമത വിശ്വാസികളുടെ കഴുത്തിൽ മുഖം വെച്ച് നിലമുഴുതതും ഈ ധർമ്മശാസ്ത്രമാണ്. ഈ ധർമ്മശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. ഇങ്ങ് കേരളത്തിലേക്ക് കടന്നു വരിക. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കാലടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ കാലടി എന്ന് പറയുന്ന പ്രദേശത്ത് ആര്യാമ്പയ്ക്ക് ജനിച്ച ഒരു മകനുണ്ട്. ആ മകന്റെ പേര് നമുക്കറിയും. ഈ കേരളത്തിൽ ആ മകന്റെ പേരിൽ, അല്ലെങ്കിൽ ഈ കേരളം ലോകത്തിന് രാജ്യത്തിന് സംഭാവന ചെയ്ത ബുദ്ധമത വിശ്വാസികളെ കൊന്നൊടുക്കാൻ വേണ്ടി ജന്മമെടുത്തു എന്ന് വിശ്വസിക്കുന്ന ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യർ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടത്തിയ യാത്രയുടെ അനന്തരഫലമായി കൊന്നൊടുക്കപ്പെട്ടത് 1,00,000-ൽ പരം ബുദ്ധവിശ്വാസികളാണെന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ ആത്മീയത ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദൻ. ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യരാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരനായ കൊലയാളി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഈ പറയപ്പെടുന്ന ധർമ്മശാസനത്തിന്റെ അനന്തരഫലമാണ് ബുദ്ധമത വിശ്വാസികൾ ഇങ്ങനെ വേട്ടയാടപ്പെട്ടത്. കേരളത്തിൽ ഒരു പ്രദേശമുണ്ട്, തൃശൂർ ജില്ലയിൽ. ആ പ്രദേശത്തിന്റെ പേര് മരിച്ച അല്ലെങ്കിൽ മുളകാപുരം എന്നായിരുന്നു. അവിടെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധമത പഠനശാല ഉണ്ടായിരുന്നത്, ബുദ്ധമത വിഹാരമുണ്ടായിരുന്നത്. സന്യാസിമാരും സന്യാസിനിമാരും അവിടെ ധാരാളം പാർക്കുകയും ബുദ്ധമത ശാസനങ്ങൾ പഠിക്കുകയും ചെയ്തു. അവിടേക്ക് ശങ്കരന്റെ കേരളത്തിലെ ശിഷ്യനായ കുമാരില ഭട്ടയുടെ നേതൃത്വത്തിൽ 1000-കണക്കിന് വരുന്ന ആര്യൻ സവർണ ബ്രാഹ്മണ ഫാസിസ്റ്റ് ഭീകരന്മാർ ആ ബുദ്ധമത വിഹാരത്തിലേക്ക് ഇരച്ചു കയറുകയും 1000-കണക്കിന് വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. CV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ചരിത്രകാരൻ ആ മരിച്ച എന്ന് പറയുന്ന മുളകാപുരത്തിന് പിന്നീട് വിളിച്ച പേര് കൊടുങ്ങല്ലൂർ എന്നാണ്. കൊടുങ്ങല്ലൂരിന്റെ യഥാർത്ഥ പേര് മനിജാപുരം എന്നായിരുന്നു. അവിടെ നടന്ന കൂട്ടക്കൊലയുടെ അനന്തരഫലമായിട്ടാണ് ആ സ്ഥലത്തിന് കൊടും കൊല നടന്ന ഊര് അഥവാ കൊടുങ്ങല്ലൂർ എന്ന് പിന്നീട് പേര് മാറ്റി സ്ഥാപിച്ചത് എന്ന് ചരിത്രകാരന്മാർ നമ്മോട് പറയുമ്പോ, നിങ്ങളുടെ ധർമ്മശാസ്ത്രങ്ങൾ ഈ രാജ്യത്തിലെ 10,000-ങ്ങളെ 1,00,000-ങ്ങളെ കൊന്നൊടുക്കി. തീർച്ചയായും ഈ ധർമ്മശാസ്ത്രത്തിന് ഈ രാജ്യം വിട്ടുപോകാൻ സമയമായി. ഈ ധർമ്മശാസ്ത്രത്തിന് ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്നു പോകാൻ സമയമായി. അതുകൊണ്ടാണ് ഈ ദുർബുദ്ധി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയത്. നിങ്ങൾ മനസ്സിലാക്കുക, ഹിന്ദുമതവുമായി അമിത്ഷാക്ക് എന്താണ് ബന്ധം? ഹിന്ദുമതവുമായി അമിത്ഷാക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പേർഷ്യക്കാരനായ അമിത്ഷാ ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. പേർഷ്യയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ സാധനത്തിന്റെ പേരിന്റെ ആദ്യമായിരുന്നു ഷാ. അയാളുടെ പേര് ഷാ റിസ പഹ്ലവി എന്നായിരുന്നു. അയാൾക്ക് കാലം ശിക്ഷ വിധിച്ചു. അയാളെ ആളുകൾ അടിച്ച് തെരുവിളക്കിൽ കെട്ടിത്തൂക്കി. ഇതിന് കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. പേരിന്റെ അവസാനമായി പോയി ഷാ എന്ന നാമം എന്ന് കരുതി ചരിത്രം ആവർത്തിക്കപ്പെടില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ തീർച്ചയായും ഇത് ആവർത്തിക്കപ്പെടാനുള്ളതാണ്. തെരുവ് വിളക്കിൽ ഇതുപോലെയുള്ള ഷാമാർ
ഗുജറാത്തിന്റെ തെരുവീതികളിൽ ഗർഭിണികളുടെ വയറ് കുത്തിപ്പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്കെടുത്ത് അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ നിങ്ങളെ കാലം ശിക്ഷിക്കാതിരിക്കുമോ? അതുപോലെ തന്നെ 7 വയസ്സായ കുട്ടിയുടെ വാ പിളർന്നിട്ട് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് തീപ്പെട്ടി വരച്ചെറിഞ്ഞ് ആ കുട്ടിയെ അഗ്നിസ്ഫോടനമാക്കി മാറ്റിയ നിങ്ങളോട് കാലം മാപ്പ് ചോദിക്കാതിരിക്കുമോ? ആ മാപ്പ് ചോദിക്കലിന്റെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യൻ സവർണ ദേശീയവാദം അത് ഇന്ത്യയിൽ നിന്നും പടിയിറങ്ങാൻ സമയമായി. ഏകദേശം 3500 വർഷം കൊണ്ട് നിങ്ങൾ ഈ നാടിനെ വേട്ടയാടുകയായിരുന്നു, നിങ്ങൾ ഈ നാടിനെ കൊള്ളയടിക്കുകയായിരുന്നു, നിങ്ങൾ ഈ നാട്ടാരെ വേദനിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ കൊന്നൊടുക്കിയ ജയലക്ഷങ്ങൾ, നിങ്ങൾ കൊന്നുകൂട്ടിയ നിരപരാധികൾ, നിങ്ങൾ വിധവകളാക്കിയ സഹോദരിമാർ, നിങ്ങൾ കൊന്നൊടുക്കിയ ശിശുക്കൾ, തീർച്ചയായും അവരുടെ ആത്മാക്കൾ നിങ്ങളോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി ഇതാ തയ്യാറായിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ സ്വയം തീർത്ത കുഴിയാണ്. നിങ്ങൾ ഞങ്ങളെ പുറത്താക്കാൻ നോക്കുകയാണല്ലോ. ഞങ്ങൾക്ക് വിനീതമായി ഒന്ന് പറയാനുണ്ട്. നിങ്ങളെ ഈ വിദണ്ഡവാദം ഉപേക്ഷിക്കുക, നിങ്ങളുടെ ഈ ഭീകരവാദം ഉപേക്ഷിച്ചിട്ട് മനുഷ്യനായി ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായി ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും, മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ഒരു അമ്മ മറ്റ മക്കളെ പോലെ ജീവിക്കാം. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാകില്ല. കാരണം നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഏക തടസ്സമായി നിങ്ങൾ കാണുന്നത് ഇസ്ലാമിനെയാണ്. എന്താണ് കാരണം? പരിശുദ്ധ ഖുർആൻ സൂറ അൽ ഹുജറാത്തിൽ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹോദര്യത്തിന്റെ സന്ദേശമുണ്ട്. അതിനെ നിങ്ങൾ പേടിക്കുന്നു. എന്താണ് ആ സന്ദേശം? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ മനുഷ്യരെ എന്നുള്ള വിളിയിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ആസ്തികനും നാസ്തികനും എല്ലാം വരും. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞത് ഉമ്മ പെറ്റ മക്കളാണ്, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് ജഗന്നിയന്താവ് പഠിപ്പിക്കുമ്പോ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണ്. ആരും ആരെക്കാളും മുകളിലല്ല, ആരും ആരെക്കാളും താഴെയല്ല. ഈ നിങ്ങളാണ് വർണ്ണത്തിന്റെയും വൈജാത്യത്തിന്റെയും പേരിൽ ജനങ്ങളെ പരസ്പരം അകറ്റിയത്. ഈ അകറ്റുന്നതിനിടയിലേക്കാണ് ഇസ്ലാം കടന്നു വന്നത്. ഇസ്ലാം കടന്നു വന്നപ്പോൾ എന്തുണ്ടായി? എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഏഴച്ചർമ്മം പോയി തൊപ്പിയിട്ടാൽ, എത്രയോ ദൂരം തെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചർമ്മ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം. ചെറ്റും പേടിക്കേണ്ട നമ്പുരാരെ. ഇന്നലെ നമ്പൂതിരിയിൽ നിന്നും ബ്രാഹ്മണിൽ നിന്നും കിലോമീറ്റർ അകലം പാലിച്ചിരുന്ന ഒരു പുലയച്ചർമ്മൻ മുസ്ലിമായി കഴിഞ്ഞാൽ നമ്പൂതിരിയോടൊപ്പം ചേർന്നിരിക്കാൻ പറ്റുന്ന ഈ ആശയത്തിനെ, ഈ സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾ ഭയപ്പെടുന്നു. ആ ഭയത്തിൽ അർത്ഥമുണ്ട്. തീർച്ചയായും നിങ്ങൾ ഭയപ്പെടുന്ന ഈ സൗഹൃദത്തിന്റെ, ഈ സാഹോദര്യത്തിന്റെ, ഈ വിമോചന പ്രത്യയശാസ്ത്രം നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച്, നിങ്ങളെ ഈ വാദങ്ങളൊക്കെ ഉപേക്ഷിച്ച് മാപ്പ് പറഞ്ഞ് ഇന്ത്യയിൽ മാന്യമായി ജീവിക്കാം. അതല്ല, നിങ്ങൾ പോകാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് രാജ്യം വിട്ടു പോകാം, നിങ്ങൾക്ക് പുറത്തു പോകാൻ. നിങ്ങൾ കടന്നു വന്നതുപോലെ തന്നെ, നിങ്ങൾ കടന്നു വന്നത് ഖൈബർ ചുരത്തിലൂടെയാണ്. നിങ്ങൾ കടന്നു വന്നത് അതേ ചുരത്തിലൂടെ തന്നെ ഇപ്പോഴും വഴികൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം. ഈ പോകുന്ന പോക്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു 2-3 പേരെ തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ ഈ കാണുന്ന രാജ്ഭവനിൽ ഉറങ്ങി കിടക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ വഴി കാണിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങൾ വിട്ടുതരാം. തീർന്നില്ല, അബ്ബാസ് നഖ്വി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടാകും. തീർന്നില്ല, അബ്ദുള്ള കുട്ടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ടാകും. കാരണം നിങ്ങൾ നടന്ന് ക്ഷീണിക്കുമ്പോ, സ്ഥിരമായി വെങ്കായ സാമ്പാർ കൂട്ടി തളരുമ്പോ, തൈര് സാദം കൂട്ടി തളരുമ്പോ, ഇടയ്ക്ക് വല്ല മട്ടനോ ചിക്കനോ ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇവര് 3 പേരും നല്ല പാചകക്കാരാണ്. അതുകൊണ്ട് ചുക്കില്ലാത്ത കഷായമില്ല, മുസ്ലിം ഇല്ലാത്ത സ്ഥലമില്ല. നിങ്ങളുടെ കൂട്ടിന് ഞങ്ങളിതാ ഇവരെ ഒഴിഞ്ഞു വിട്ടിരിക്കുന്നു. നിങ്ങൾ എവരെ കൊണ്ട് പോയിക്കോളുക. ഞങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കളോടൊപ്പം, മുസ്ലിമീങ്ങളോടൊപ്പം, ബുദ്ധരോടൊപ്പം, ജൈനരോടൊപ്പം തോളോട് തോൾ ചേർന്ന് സാഹോദര്യത്തോടു കൂടി ജീവിക്കണം.